ബിസ്മിയുടെ മഹത്വം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പേര്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അതുപോലെ മഹാന്മാരുടെ പേര്, ഇതൊക്കെ ബഹുമാനമുള്ള പേരാണ്. ആ പേരുകൾക്ക് തന്നെ അള്ളാഹു മഹത്വം വെച്ചിട്ടുണ്ട്. فَإِنَّ لِي ذِمَّةً مِّنْهُ بِتَسْمِيَتِي مُحَمَّدًا وَهُوَ أَوْفَى الْخَلْقِ بِالذِّمَمِ. മഹാന്മാർ പറയുന്നു, എനിക്ക് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് അത് തന്നെ എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ ഒരു മാർഗമായി ഞാൻ കാണുന്നു. കാരണം അത്രയും നല്ല പേര് ലോകത്താരുമില്ല. ലോകത്താർക്കും അത്രയും ബഹുമാനമുള്ള പേര് മുഹമ്മദ് എന്ന പേര് ആർക്കും ഇല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് വളരെ ബഹുമാനമുള്ള പേരാണ്. ആ പേര് വെച്ച കാരണം കൊണ്ട് തന്നെ എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇമാം ബുസൂരി പറയുന്നത്. ഇല്ലം യകുൻ ഫീ മആദി ആഖിദം ബിയദി ഫളമ്മ ഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ ആരാണ് എന്നെ കൈപിടിച്ച് എന്നെ രക്ഷപ്പെടുത്താനുള്ളതെന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആഖിറത്തിൽ സഹായിക്കുന്ന ആളാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ ഞാൻ വ്യക്തമായി നിങ്ങളോട് ഇമാമിയങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ആഖിറത്തിൽ സഹായിക്കുന്ന ആളാണ്. മാത്രമല്ല ദുനിയാവിലും സഹായിക്കുന്ന ആളാണ്. ദുനിയാവിൽ സഹായിക്കൂല എന്ന് പറയുന്നത് തെറ്റാണ്. പറയുന്നവർ അത് തെറ്റിപ്പോയതാണ്. അതിരിക്കട്ടെ, ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കാര്യത്തിലും ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമാനം ലോകത്ത് ഒരാൾക്കുമില്ല. അള്ളാഹുവിൻ്റെ ശേഷം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചരിത്രത്തിൽ ഒരു വലിയൊരു ഇമാമിന്റെ പേര് കാണുന്നു. പക്ഷെ ഇപ്പം അയാളെ ഇമാമെന്നൊന്നും പറയാൻ പറ്റില്ല. വലിയൊരു പണ്ഡിതനായിരുന്നു. എല്ലാ കാര്യവും കിതാബുകൾ ചർച്ച ചെയ്ത ഏറ്റവും വലിയൊരു കഴിവുള്ള ഒരാളായിരുന്നു. പക്ഷെ അയാളെ സംബന്ധിച്ച് ചരിത്രം പറയുന്നു, അയാളെ ഇൽമിന്റെ തൂക്കം കൊണ്ട് അയാൾ ഇങ്ങനെ ഒരു ദിവസം ചർച്ച ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ കൂടുതൽ ബഹുമാനം, അതല്ല ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കാണോ കൂടുതൽ ബഹുമാനം എന്നിങ്ങനെ അയാൾ ഒരു ചർച്ച കൊണ്ടുവന്നു. അങ്ങനെ അയാൾ ഡിസ്കസ് ചെയ്ത് അയാൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കാണ് സ്ഥാനം, റസൂലുള്ളാഹിക്ക് പിന്നത്തെ സ്ഥാനമാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് വഹി കൊണ്ടുവന്ന ആളല്ലേ, റസൂലുള്ളാഹിന്റെ ഉസ്താദല്ലേ, അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കാണ് കൂടുതൽ സ്ഥാനം എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അതുകൊണ്ട് അയാൾ ആ വാദത്തിൽ അയാൾ തെറ്റിപ്പോയി, മുത്തസിലിയായി പോയി. സമക്ഷരി എന്നാണ് അയാളുടെ പേര്. അയാളെ ലോകത്തിൽ നിന്ന് ആരും ബഹുമാനിക്കപ്പെടുന്നില്ല. അതേസമയത്ത് അയാളെ ഇൽമു കിതാബാണെങ്കിൽ വലിയ കിതാബ്, വലിയ ഇൽമുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അയാൾ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അയാൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഒരു ചർച്ച കൊണ്ടുവന്നതാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം എന്തേ, ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ളതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബഹുമാനത്തോട് കടപിടിക്കുന്ന ഒരു ബഹുമാനം ലോകത്താർക്കും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്, ഹദീസ് പറഞ്ഞതാണ്, ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതാണ്. അതിനെതിരായിട്ട് ഇയാൾ അനാവശ്യമായിട്ടൊരു ചർച്ച കൊണ്ടുവന്നു. അതുകൊണ്ട് അയാൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ തെറ്റിപ്പോയി. അയാളെ പേര് കേൾക്കുമ്പോൾ അയാളെ കിതാബുകളെല്ലാ ആൾക്കാരും നോക്കാറുണ്ട്. അത് പിന്നെ ലോജിക്കായിട്ട് ആരെഴുതി വെച്ചാൽ നമ്മൾ പുസ്തകം നോക്കും, അത് നോക്കുന്നതിന് തെറ്റില്ല. അറിയുന്ന ആൾക്കാർ അതിൻ്റെ ഫാൾട്ട് എന്താണെന്ന് അറിയാൻ, അത് ശരിയാ എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് അത് നോക്കാം, അറിയാത്തവർ നോക്കാൻ പാടില്ല, അത് വേറെ വിഷയമാണ്. എന്നാലും അയാളെ ഇന്നാരും റളിയല്ലാഹു അൻഹു, ഔലിയാക്കന്മാരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം. അതും നാം മനസ്സിലാക്കണം. മഹാന്മാർ, ബഹുമാനമുള്ളവരെ നാം ബഹുമാനിക്കുക തന്നെ വേണം. അവരെ ഇൽമു നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ബഹുമാനം നോക്കിയിട്ടോ നാം അവരെ ബഹുമാനിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് തഖ്വ നോക്കിയിട്ടാണ്. കേവലം ഒരാൾക്ക് ഇൽമുണ്ട്, പക്ഷെ അയാൾക്ക് അള്ളാഹിന്റെ പേടിയില്ല, തഖ്വയില്ല, എന്നാൽ അയാൾക്ക് ബഹുമാനം ഉണ്ടാവില്ല. സമക്ഷരിക്കും സംഭവിച്ച അതാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് ആരും അയാളെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാറില്ല.
പേരുകൾക്ക് വലിയ ബഹുമാനമാണ് മഹാന്മാരുടെ പേരുകൾക്ക്. നാം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളെ പേര് വിളിക്കുമ്പോൾ ഖുതുബിയത്തിൽ നാം വിളിക്കുന്നു. ചില ആൾക്കാർ ചോദിക്കുന്നു അതെന്തിനാ വിളിക്കുന്നത്? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മഹാന്മാരെ പേര് വിളിച്ചാൽ അള്ളാഹു സഹായിക്കും, അള്ളാഹു നമുക്ക് ഹെൽപ്പ് തരും, അങ്ങനെയൊക്കെയുണ്ട്. എന്നെ അങ്ങനെ ഹെൽപ്പ് കിട്ടില്ല എന്നേ വെച്ചോളൂ. എന്നാലും മഹാന്മാരെ പേര് പറയുന്നതിനൊരു ബർക്കത്തുണ്ട്. ഇമാമിങ്ങൾ പറയുന്നു, ഔലിയാഇന്റെയും മഹാന്മാരുടെയും പേര് പറഞ്ഞാൽ അതിന്റെ ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകൾ സ്പഷ്ടമായി വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഖുതുബിയത്തിൽ ഒരാൾ യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു. യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചു. ആ വിളിച്ചപ്പോൾ അയാൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് വെച്ചോളൂ. ഉത്തരം കിട്ടും, അതവന്റെ ഇഖ്ലാസ് അനുസരിച്ചാണ്. അൽഫം ബി ഖൽവതിഹി അദ്മം ബി ഇമ്മതിഹി സർമൻ ലി ഗഫവതിഹി അജബതുഹു മുസ്രിഅൻ ലി അജലി ദഅവതിഹി ഫല്യദു യാ അബ്ദുൽ ഖാദിർ മുഹീദ്ദീൻ. അത് ഇഖ്ലാസോടെ അതിന്റെ ആ മഹാൻ പഠിപ്പിച്ച രൂപത്തിൽ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ ഔലിയാക്കന്മാർ സഹായിക്കും. യാതാൽ വരിക്കാലും അള്ളാട് തേടൂകിൽ എന്നെ കൊണ്ട് അള്ളാട് തേടൂവിനെന്നോവർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോടല്ലതും തേടുകയാണെങ്കിൽ എന്നെ കൊണ്ട് തേടിക്കോളൂ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ്. എന്നോട് ചോദിച്ചോളൂ. ഒരാൾക്കൊരു അറിയുന്ന കാര്യമുണ്ടെങ്കിൽ നമ്മൾ പറയും, നിങ്ങളത് ചെയ്യുമ്പോൾ എൻ്റെ ഹെൽപ്പ് ചോദിച്ചോളൂ, ഞാൻ എനിക്ക് ആവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അപ്പം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായതുകൊണ്ട് ഏകദേശം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇപ്പുറം വരുന്ന ഔലിയാക്കന്മാരിൽ ആരും അത്രയും വലിയ സ്ഥാനം ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അപ്പൊ അത്രയ്ക്കും വലിയ സ്ഥാനമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ മഹാന്മാരുടെ പേരിനിക്ക് അല്ലാഹു പ്രത്യേകമായ ബഹുമാനം വെച്ചിട്ടുണ്ട്. ആ ബഹുമാനം എന്തുകൊണ്ടാണ് കിട്ടിയത്? അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർക്ക് ആ സ്ഥാനം കിട്ടാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ വഴിയിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. കുല്ലു വലില്ലഹു ഖദമും വ ഇന്നി അലാ ഖദമിൻ നബി ബദറിൽ കമാലി വകുല്ലു വലില്ലഹു ഖൽബും വ ഇന്നി അലാ ഖൽബിൻ നബി ബദരിൽ തമാമി. എല്ലാ ഔലിയാക്കന്മാരും ഓരോ നബിമാരുടെ പാത അനുസരിച്ചായിരിക്കും അവർ നീങ്ങുക. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയിലാണ് ഞാൻ ജീവിക്കുന്നത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എല്ലാ ഔലിയാക്കന്മാരുടെയും കൽബ് ഓരോ നബിമാരുമായിട്ട് അവർക്ക് ലയനമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹബീബായ ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാൽപാദത്തിലാണ്. റസൂലുള്ളാഹിന്റെ കൽബാണ്, റസൂലുള്ളാഹിന്റെ ഹൃദയമാണ്, റസൂലുള്ളാഹിന്റെ മനസ്സാണ്, റസൂലുള്ളാഹിന്റെ ദീനാണ്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതിനൊരൽപ്പം പോലും ഞാൻ തെറ്റിപ്പോകൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അള്ളാഹു ബഹുമാനം കൊടുത്തു. പിന്നെ ആ മഹാനെ ബഹുമാനിച്ചു വന്ന എല്ലാ ആൾക്കാർക്കും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പഠിപ്പിച്ച ശൈലിയിൽ ഏതൊക്കെ ഔലിയാക്കന്മാർ മഹാന്മാർ വന്നോ അവർക്കും അള്ളാഹു ബഹുമാനം കൊടുത്തു. കാരണം അവർ റസൂലുള്ളാഹിന്റെ പാതയിലാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാന്മാരുടെ പേരിന് വലിയ ബഹുമാനമാണ്. ആ പേരിന്റെ ബഹുമാനം അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാണ്. യാ അക്രമൽ ഖൽഖി മാലി മൻ അൽഉദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. അള്ളാഹുവിന്റെ റസൂലാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകുന്നവർ. എല്ലാ പ്രശ്നത്തിനും റസൂലുള്ളാഹിന്റെ പരിഹാരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിഹാരമില്ലാതെ ദുനിയാവിലും പ്രശ്നത്തിന് പരിഹാരമില്ല, ആഖിറത്തിലും പ്രശ്നത്തിന് പരിഹാരമില്ല. എന്നോട് ഇന്നാലെ ഒരു സഹോദരൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് ഇവിടെ ക്ഷീരണി തരാമെന്ന് നേർച്ച ചെയ്തപ്പോ, സംഭാവന തരാമെന്ന് നേർച്ച ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞ ഒരു കേസ്. ആ കേസ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു പ്രശ്നവുമില്ലാതെ ഒരു 5 ദിവസം കഴിഞ്ഞ് രണ്ടാമത് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ പ്രശ്നം തന്നെ ആ പെണ്ണുങ്ങളുടെ വയറ്റിലില്ല. അല്ലേ? വയറ്റിലുള്ള പ്രശ്നമല്ലേ? അല്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിന്റെ ബഹുമാനമാണ്. സഹോദരന്മാരെ, അത് ചില ആൾക്കാർ ഇപ്പം പറയും അത് എന്തൊക്കെയാണ് ബഹുമാനം, അതെങ്ങനെ ബഹുമാനം, അത് നമ്മൾ
മനസ്സിലാക്കാത്തവനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കൂല. പക്ഷെ ഈമാനുള്ള മനുഷ്യൻ ഇത് മനസ്സിലാക്കുക തന്നെ വേണം. കാരണം അള്ളാഹുവിന്റെ റസൂലിലേക്കുള്ള ബഹുമാനം, സ്വലാത്തിനുള്ള ബഹുമാനം അത് ആരെങ്കിലും കൊടുത്തതല്ല, ആരെങ്കിലും എഴുതി വെച്ചതല്ല, അള്ളാഹ് പറഞ്ഞതാണ്. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹും അവന്റെ മലായികത്തുകളും അള്ളാഹുവിന്റെ റസൂലിന് കാരുണ്യം ചെയ്യുന്നു. ലോകത്ത് ഒരു ഇബാദത്തും അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന്. നിസ്കാരം അള്ളാഹു നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കണം, അങ്ങനെ ഖുർആനിലില്ല. അള്ളാഹു നോമ്പിടിക്കുന്നു, നിങ്ങൾ നോമ്പിടിക്കണം, അങ്ങനെ ഖുർആനിലില്ല. അള്ളാഹു ദിക്ർ ചെല്ലുന്നു, നിങ്ങൾ ദിക്ർ ചെല്ലണം, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹു തസ്ബീഹ് ചെല്ലുന്നു, നിങ്ങൾ തസ്ബീഹ് ചെല്ലണമെന്ന് ഖുർആനിലില്ല. ഖുർആനിലുണ്ട് എന്താ, വഇമ്മീ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും അള്ളാഹു തസ്ബീഹ് ചെല്ലുന്നുണ്ട്. പക്ഷെ അള്ളാഹു തസ്ബീഹ് ചെല്ലുന്നു, നിങ്ങൾ തസ്ബീഹ് ചെല്ലണമെന്നില്ല. ഞാൻ തസ്ബീഹ് ചെല്ലുന്നു, നിങ്ങൾ തസ്ബീഹ് ചെല്ലണം, ഖുർആനിൽ അങ്ങനെയില്ല, ഹദീസിലില്ല. പക്ഷെ ഒരൊറ്റ കാര്യമാണ് വ്യക്തമായി അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ വമലായികത്തുഹു, അള്ളാഹുവും അവന്റെ മലായികത്തുകളും യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഓ ഈമാനുള്ളവരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. ഞാൻ പറയുന്നു, എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിനെ നാം മാറ്റിവെച്ചിട്ട് അതിലേക്ക് പോയാൽ അള്ളാഹു തആല നമുക്ക് ആ കാര്യത്തിൽ സക്സസ് തരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിന് നാം ആദ്യത്തെ സ്ഥാനം നൽകുക, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. നാം പോകുന്ന കാര്യത്തിൽ ബർക്കത്തുണ്ടാവും, ഗ്യാരണ്ടിയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. വേറെ ഒരു കംപ്ലൈന്റ് ഇവിടെ പറഞ്ഞപ്പോൾ, ഒരു കുട്ടിക്ക് 5 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇവിടെ സ്വലാത്തിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞു. ആ ദ്വാരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ എൻ്റെ ദ്വാന്റെ കാരണം കൊണ്ട് ഞാൻ പറയല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ആ കുട്ടിക്ക് 5 ഓപ്പറേഷൻ വേണ്ടത് ഒന്നുകൊണ്ട് അള്ളാഹു തആല നിർത്തി. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതാണ് ഉടുപ്പിയിൽ, അല്ലേ? ഇവിടെ ഉണ്ടല്ലോ, അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് അങ്ങനെ ഞാൻ ബഹുമാനിച്ചെന്ന് പറയലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ കോരിത്തിളക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ആരുമില്ല, ഒരാളുമില്ല. എത്ര വലിയവനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കീപ്പോട്ടാണ്. ഈ ഈമാൻ മനസ്സിൽ വേണം.